സ്വാമി നമസ്കാരം. ഓം നമ ശിവായ. ഹരി ഓം ഹരി ഓം. സ്വാമി, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സനാതന ധർമ്മം എന്നുള്ളത്. സനാതന ധർമ്മം എന്നുള്ളതിന്റെ ഒരു ഇക്വേഷൻ ആയിട്ട് നശിക്കാത്ത ധർമ്മം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ശരിക്ക് സനാതന ധർമ്മം എന്താണ്? സനാതനധർമ്മം എന്ന് പറയുമ്പോൾ നാം ആദ്യം മറുപടിയായി പറയുന്നത് ഒരിക്കലും നശിക്കാത്ത ധർമ്മം എന്ന് പറയുമ്പോൾ എതിരെ ചോദ്യം ചോദിക്കുന്ന ആളുകൾക്കും നശിക്കാത്ത ധർമ്മങ്ങൾ ഒരുപാടില്ലേ, ഇത് മാത്രം എന്താണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയേണ്ട ഒരു ഉത്തരമുണ്ട്. അതായത് സനാതനധർമ്മം എന്ന് നാം പറയുന്ന നമ്മുടെ ഹൈന്ദവ ധർമ്മം അല്ലെങ്കിൽ ഭാരത സംസ്കാരം സനാതനമായത് എന്തുകൊണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഈ ധർമ്മം സനാതനമായത് ഇതിന്റെ 4 പാദങ്ങളെ കൊണ്ടാണ്. 4 കാലുകളാണ് ധർമ്മത്തിനുള്ളത്. ഒന്നാമത്തെ കാല് സത്യം, രണ്ടാമത്തെ കാല് ന്യായം, മൂന്നാമത്തെ കാല് ദയ, നാലാമത്തെ കാല് അഹിംസ. ഈ 4 പാദങ്ങളാണ് ഈ ധർമ്മത്തിനെ സനാതനമായി നിലനിർത്തുന്നത്. ഇതിൽ ഒരു കാല് മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ, ബാക്കി 3 കാലുകളും ദ്രവിച്ചിരിക്കുകയാണ്. സത്യം എന്ന കാല് മാത്രമേ നേരെ നിൽക്കുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ധർമ്മം ഒറ്റക്കാലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒറ്റക്കാലിൽ നിൽക്കുന്ന സത്യം എന്ന ഒരേ ഒരു കാലിൽ നിന്നുകൊണ്ട് ഇപ്പോഴും സനാതനമായി നിൽക്കുന്ന നമ്മുടെ ധർമ്മത്തിന്റെ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് 3 കാലുകളെയും, ന്യായം, ദയ, അഹിംസ, ഈ 3 കാലുകളെയും പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരം ധാർമ്മികമായ സമ്മേളനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 4 കാലുകളിൽ സത്യം എന്ന കാല് അത് അനശ്വരമാണ്, അത് നശിക്കുകയില്ല, അത് ആർക്കും നശിപ്പിക്കാനും പറ്റില്ല. അതുകൊണ്ട് ആ കാല് മാത്രം ഇപ്പോഴും അതേപോലെ നിലക്കുന്നു. അടുത്ത കാല് ന്യായം. ന്യായം എന്ന കാല് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് ന്യായം പക്ഷാഭേദപരമാണ്. എല്ലാവർക്കും ന്യായം നമ്മുടെ പക്ഷത്തായിരിക്കണം എന്നുള്ളത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്ര ദേവന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം പറയേണ്ടി വരും. അദ്ദേഹം പക്ഷപാതി അല്ലാതെ യഥാർത്ഥ ന്യായത്തിന്റെ ഭാഗത്ത് നിന്നതുകൊണ്ടാണ് ഭാര്യയെ, സീതാദേവിയെ പ്രജകളിൽ ചിലർ സംശയിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവരെ ഗൃഹസ്ഥൻ എന്നുള്ള ആ ഒരു ന്യായത്തിൽ നിന്നും അതീതമായി രാജ്യത്തിന്റെ രാജാവ്, ഭരണകർത്താവ് എന്നുള്ള ന്യായത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഭാര്യയായ സീതാദേവിയെ കൊണ്ട് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലാക്കുകയാണ് ചെയ്തത്. നാം അത് കേട്ടിരിക്കുന്നത് കൊണ്ട് കാനനത്തിൽ തള്ളി എന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ നമുക്ക് ഉത്തമോദാഹരണമായിട്ടുള്ള മര്യാദ പുരുഷോത്തമന്മാർ നമ്മുടെ ചരിത്രത്തിലും പുരാണങ്ങളിലും നമുക്കുണ്ട്. ഇനി അടുത്തത് ദയ. ഈ ദയയും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ദയയും പക്ഷപാതപരമാണ്. നമുക്ക് ദയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബപരമായിട്ട്, നമ്മുടെ ബന്ധുപരമായിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം നിൽക്കുന്ന ദയയാണ്. ഇനി അഹിംസ. അതിനെക്കുറിച്ച് പറയുമ്പോൾ വളരെ വിശാലമായിട്ട് പറയേണ്ടി വരും. അഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിംസ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെ എടുത്താൽ തന്നെയും അഹിംസ എന്നത് ന്യായമായ രീതിയിൽ നിന്റെ ഉപഭോഗം നിയന്ത്രിക്കുക എന്നുള്ള അർത്ഥത്തിലും ത്യജിച്ചിട്ട് ഭുജിക്കുക, ഈശാവാസ്യോപനിഷത്തിലെ തെക്തേന ഭുഞ്ചീത എന്നുള്ള ആ ഒരു ശ്ലോകത്തിന്റെ അർത്ഥവും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം അഹിംസയെ നാം മനസ്സിലാക്കുവാൻ. പിന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും ഒരു 1.5 മണിക്കൂറോടെ പറഞ്ഞാൽ പോലും തീരുകയില്ല. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. നമ്മുടെ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന ശിലകൾ എന്ന് പറഞ്ഞാൽ സത്യം, ന്യായം, ദയ, അഹിംസ. ഇതിനെ 4നെ മുറുകെ പിടിച്ചുകൊണ്ടാണ് നാം നിലനിൽക്കേണ്ടത്. നമ്മുടെ സംസ്കാരം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണിത് സനാതന ധർമ്മം എന്ന രീതിയിൽ അറിയപ്പെടുന്നതും. നമസ്കാരം.